അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ജമാദുൽ ആഖിറിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഈ ഒരു സ്വലാത്തിനെ വെറും 10 വട്ടം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് മഹത്തായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ നിങ്ങൾക്ക് റബ്ബ് നൽകിക്കൊണ്ടേയിരിക്കും. വെറും 10 വട്ടം ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നാളെ പരലോകത്തേക്കുള്ള വലിയ ഒരു മുതൽക്കൂട്ടാണ് ഈ ഒരു സ്വലാത്ത്. പ്രധാനപ്പെട്ടിട്ടുള്ളൊരു നേട്ടമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ഏത് ഹലാലായിട്ടുള്ള മുറാദും ഈ ഒറ്റ സ്വലാത്ത് എന്ന് 10 വട്ടം ചൊല്ലുന്നത് കൊണ്ട് ഹാസിലായി കിട്ടുന്നതാണ്. ഖബറിലെ ശിക്ഷയിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നതാണ്. പരലോകത്ത് മുത്ത് നബിയുടെ ഷഫാഅത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഈ ഒരു സ്വലാത്ത് എന്ന് ചൊല്ലുന്നത് കൊണ്ട് ഇല്ലാതെയാകുന്നതാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും മാരകമായ മാറാത്ത രോഗങ്ങളും പകർച്ചവ്യാധി രോഗങ്ങളും ഈ ഒരു സ്വലാത്ത് ചൊല്ലുന്നതോട് കൂടി നമ്മുടെ ശരീരത്തിൽ നിന്നും അല്ലാഹു തആല എടുത്തു കളയുന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി മഹത്വങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു സ്വലാത്താണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഏതാണ് ആ സ്വലാത്ത്? സ്വലാത്തു തിബ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സ്വാരി വളിയാഇഹാ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. മുത്ത് റസൂലിൻ്റെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തു തിബ് എന്ന് പറയുന്നത്. ഈ ഒരു സ്വലാത്തിനെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ മരണം വരെ അള്ളാഹുവിൻ്റെ കാവൽ അവനുണ്ടാകും. സിഹ്ർ, കണ്ണേറ്, പൈശാചികമായിട്ടുള്ള ഷെറുകൾ തുടങ്ങിയവയിൽ നിന്നും നമ്മുടെ ശരീരത്തിനെ രക്ഷപ്പെടുത്തുവാനും നമുക്കാർക്കെങ്കിലും സിഹ്ർ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി വെച്ചവന് നേരെ തന്നെ തിരിച്ചടിക്കുവാനുമുള്ള ഒരു സ്വലാത്ത് കൂടെയാണ് ഇത്. അതുപോലെ തന്നെ എല്ലാ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും കരയിച്ച് കളയുകയും നമ്മുടെ ആഗ്രഹങ്ങളെ നടത്തി തരുന്നതുമായിട്ടുള്ള ഒരു സ്വലാത്താണ്. അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും മുറാദുകൾ നേടിയെടുക്കുവാൻ ഉണ്ടെങ്കിൽ, ആഗ്രഹങ്ങൾ നടന്നു കിട്ടുവാൻ ഉണ്ടെങ്കിൽ ഈ ഒരു സ്വലാത്തിനെ നിങ്ങൾ അധികരിപ്പിച്ച് എന്നും ചൊല്ലിക്കൊണ്ടിരിക്കൂ. തീർച്ചയായിട്ടും അല്ലാഹു തആല നമ്മുടെ മുറാദുകളെ ഹാസിലാക്കി തരുവാൻ ഈ ഒറ്റ സ്വലാത്ത് നമ്മൾ പതിവാക്കുന്നത് മൂലം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് സ്വലാത്തു തിബ് അല്ലെങ്കിൽ സ്വലാത്തു ഷിഫ, ഈ ഒരു സ്വലാത്തിനെ നമ്മളെല്ലാവരും ഇന്ന് 10 വട്ടം ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നടത്തി തരികയും നമ്മുടെ രോഗങ്ങളെ ഷിഫയാക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു തആല ഐശ്വര്യവും റഹ്മത്തും ബർക്കത്തും നമ്മുടെ ജീവിതത്തിൽ മരണം വരെ നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അസ്സലാമു അലൈക്കും.